പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും അഹങ്കാരിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗണേഷ് കുമാറാണ് എന്ന് നമുക്ക് പറയേണ്ടി. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും വലിയ സ്ത്രീലമ്പടൻ ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാലും അത് ഗണേഷ് കുമാർ ആണെന്നുള്ള ആരോപണമാണ് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. ഞാൻ പറയുന്നതല്ല, അത് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്ന ആരോപണമാണ്. കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു അഴിമതി ഇടപാടിലെ പരാതിക്കാരിയിൽ കുട്ടിയുണ്ട് എന്ന് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വന്നിരിക്കുന്ന അയാൾ മന്ത്രിയായിട്ട് തുടരുകയാണ്. ഇവിടെ സ്വന്തം ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള പരാതി കിട്ടിയതിനെ തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാരിലെ മന്ത്രിസ്ഥാനത്ത് മാറ്റിയ അയാൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ അതിനകത്ത് മന്ത്രിയാവുന്ന ഒരു വിചിത്രമായ കാഴ്ചയും നമ്മൾ കണ്ടു. അയാൾ ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് അവിടെ ഇരിക്കുകയാണ്. അയാൾ ഇപ്പോഴും നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാൻ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഏറ്റവും അഹങ്കാരം തലയ്ക്ക് പിടിച്ച അയാളുടെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം അടിമുതൽ മുടി വരെ അഹങ്കാരവും താൻ പ്രമാണിത്വവും ഈ പറഞ്ഞ മാടമ്പി സ്വഭാവവും മാത്രം കൈമുതലായിട്ടുള്ള ഒരു നേതാവാണ് ഗണേഷ് കുമാർ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ അഹങ്കാരിയുടെ ഈ ജന്മിത്വ സ്വഭാവമുള്ള ഇയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്ത്യമായിരിക്കും എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ. പലതവണ ജയിച്ചതിൻ്റെ വലിയ അഹങ്കാരമുണ്ട് അയാൾക്ക്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നിപ്പോഴും ജയിച്ചു, വലതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നിപ്പോഴും ജയിച്ചു. ഇടതുപക്ഷത്തിൻ്റെ സോണിയാഗാന്ധി ഒന്ന് മത്സരിച്ചാൽ പോലും എനിക്കിവിടെ ഒരു പുല്ലുമില്ല എന്നൊക്കെ പറയാനുള്ള അഹങ്കാരം അടിമുടി തലയ്ക്ക് പിടിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ഇയാൾ. പക്ഷേ ഇയാൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ഇയാളുടെ ഒരു വാട്ടർലൂ ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ വാട്ടർലൂ എന്ന് പറയാൻ കാരണം അയാൾ കേരളം കണ്ട ഏറ്റവും വലിയ കാരുണ്യവാനായിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായിട്ടുള്ള, മരിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് ജനങ്ങൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തെ ഇല്ലാതാക്കുകയും അയാളുടെ മരണത്തിന് പോലും കാരണക്കാരനാണ് എന്നും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഇയാൾ എന്നുള്ളത് കൊണ്ടും ഈ വിഷയം അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാളെ വല്ലാതെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടും ഈ വിഷയം ജനങ്ങൾ മനസ്സിൽ കൊണ്ടുകിടക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്ത്യം കാണും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് സംബന്ധിച്ച് 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ തൻ്റെ പിതാവിനെ ഈ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നത് പത്തനാപുരം മണ്ഡലത്തിൽ വന്ന് 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. അത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഗണേഷ് കുമാർ പിറ്റേ ദിവസം ചാണ്ടി ഉമ്മനെതിരെ രൂക്ഷമായ വിമർശനവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നു. ആ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വന്നു. ആ വിമർശനത്തിന് മറുപടിയുമായി ഷിബു ബേബി ജോൺ രംഗത്ത് വന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് ഇയാൾ അതൊക്കെ തൊട്ടില്ല. കാരണം അയാൾക്കറിയാം അത് അപകടമാകും എന്നുള്ളത്. അതുകൊണ്ട് അയാൾ അത് പിന്നീട് തൊട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും വിഷയം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു. 2011-13 കാലഘട്ടത്തിൽ അയാളുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന സുധീർ മലയിൽ എന്ന് പറഞ്ഞ വ്യക്തി കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു കേസിൽ ഈ കഴിഞ്ഞ ദിവസം മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയിൽ അയാൾ കൃത്യമായി പറയുന്നുണ്ട്, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയൊക്കെ സ്ത്രീ പീഡന കേസിൽ കുരുക്കും എന്ന് 1-ലധികം തവണ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു എന്ന് അയാളുടെ മൊഴിയിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, സോളാർ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ ഗണേഷ് കുമാറിൻ്റെ വീട്ടിലും ഓഫീസിലും ഒക്കെ നിരന്തരം വരാറുണ്ടായിരുന്നുവെന്നും ഈ സുധീർ മലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ സാക്ഷിമൊഴി കൊടുത്തിരിക്കുന്നു കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ. അപ്പോൾ ആ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. എന്താണ് ആ കേസ്? ആ കേസെന്ന് പറയുന്നത്, ഈ സോളാർ പരാതിക്കാരി സോളാർ കമ്മീഷന് കൊടുത്ത കത്തിൽ സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട കൊടുത്ത കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോളാർ വിഷയം ഉയർന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. ആ 4 പേജ് അഡീഷണലായി ചേർത്തുകൊണ്ട് രണ്ടാമതൊരു കത്ത് കൂടെ കൊടുത്തതിലാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈംഗിക ബന്ധം, ലൈംഗിക വൈകൃതം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് സോളാർ പരാതിക്കാരി കൊടുത്തത്.
അപ്പോൾ ആ കത്ത് രണ്ടാമത് കൊടുത്തത് സോളാർ കമ്മീഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പുറകിൽ ഗണേഷ് കുമാർ ഉണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണം ശക്തമായി ഉയർന്നതാണ്. ആരോപണം ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെനി ബാലകൃഷ്ണൻ അന്ന് സോളാർ കമ്മീഷന്റെ മുമ്പിൽ മൊഴി കൊടുക്കാൻ ചെന്നപ്പം സോളാർ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിസ് ശിവരാജൻ മൊഴി കൊടുക്കാൻ ഫെനി ബാലകൃഷ്ണനെ അനുവദിച്ചിട്ടില്ല. അതിനെ തുടർന്ന് ഇതൊരു കേസായി. ആ കേസിന്റെ വിചാരണയാണ് ഇപ്പം കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് പുറകിൽ ഗൂഢാലോചനയുണ്ട്. ഈ കത്തിൽ 4 പേജ് കൂടുതൽ എഴുതി ചേർത്തതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ടെന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വിചാരണ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുക. അതിൽ 1-ാം പ്രതി ഗണേഷ് കുമാറും 2-ാം പ്രതി സോളാർ പരാതിക്കാരിയുമാണ്. ഗണേഷ് കുമാറും ജാമ്യത്തിലാണ്. ആ കേസിൽ 4-ാം സാക്ഷിയാണ് ഈ സുധീർ മലയിൽ. അദ്ദേഹം കൊടുത്ത മൊഴിയിലാണ് ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള നേതാക്കന്മാരെ ശ്രീപീഡന കേസിൽ കുരുക്കും എന്ന് ഗണേഷ് കുമാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി കൊടുത്തു. നമുക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്നു ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിന്റെ ഭാര്യയായിട്ടുള്ള യാമിനി തങ്കച്ചിയെ അതിഭീകരമായി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്ത പരാതിയെ തുടർന്നിട്ടാണ് അയാൾക്ക് അന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. എന്നാൽ മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടുമെന്നതിൽ പ്രതീക്ഷയെങ്കിലും അയാൾക്ക് തിരിച്ചു കിട്ടിയില്ല. അതിനെ തുടർന്ന് അയാൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ കൂടി ലൈംഗിക ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള ഈ കത്ത് അവർ തയ്യാറാക്കിയത്, അവർ കൃത്രിമമായി സൃഷ്ടിച്ച് സോളാർ കമ്മീഷൻ കൊടുത്തത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ. അതിനെ തുടർന്ന് ആ കത്തും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സോളാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ആ കത്തിലെ ഈ ഭാഗങ്ങൾ തനിക്ക് അപകീർത്തികരമായിട്ടുള്ള ഈ ഭാഗങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ആ ഭാഗം റദ്ദാക്കുകയും ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പം ആ വിഷയമാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. ആ വിഷയത്തിലാണ് സുധീർ മലയിൽ ഇപ്പം മൊഴി കൊടുത്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഫെനി ബാലകൃഷ്ണനും ഇതിന് സമാനമായിട്ടുള്ള മൊഴി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊല്ലം ജില്ലയിലെ പ്രമുഖ അഭിഭാഷകനും കോൺഗ്രസിന് മുതിർന്ന നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അദ്ദേഹവുമായി വിശദമായി സംസാരിച്ചിരുന്നു. എന്തായാലും ഈ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മൻചാണ്ടി നമ്മുടെ ഇടയിലില്ല. ഉമ്മൻചാണ്ടി മരണപ്പെട്ടിട്ട് 2 കൊല്ലമായി. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പീഡന കേസിൽ തന്നെ ഗൂഢാലോചനയിൽ കുരുക്കാൻ ശ്രമിച്ചതാണ് എന്നാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത്. മോദി സർക്കാരിന്റെ CBI റിപ്പോർട്ടിൽ പോലും ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കി. അതിനെ തുടർന്നിട്ട് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴാണ് ഉമ്മൻചാണ്ടി മരണപ്പെട്ടത്. അപ്പോൾ ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഉമ്മൻചാണ്ടി ഇതുപോലെ അനാവശ്യമായി സ്ത്രീപീഡന കേസിൽ കുരുക്കിയതാണെന്നുള്ള തോന്നൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാറിന്റെ സ്റ്റാഫിൽ പ്രവർത്തിച്ചിരുന്ന സുധീർ മലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കോടതിയിൽ വന്നിട്ട് മൊഴി കൊടുത്തിട്ട് ഈ ജനങ്ങളുടെ മനസ്സിലുള്ള ഈ വിഷയം തന്നെ തൻ്റെ സാക്ഷിമൊഴിയായി കോടതിയിൽ നൽകുന്നത്. അപ്പോൾ ഇത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത് വ്യാപകമായിട്ടുള്ള ചർച്ചയിലേക്ക് ഇത് വന്നിരിക്കുകയാണ്. ഇത് ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം, ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകട സൂചനയാണ്, ഒരു സംശയവുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ പത്തനാപുരം മണ്ഡലത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന സാത്വികനും ജനകീയനും കാരുണ്യവാനുമായിട്ടുള്ള മനുഷ്യന്റെ മരണത്തിന്റെ ഉത്തരവാദി, അദ്ദേഹത്തെ ലൈംഗിക പീഡന കേസിൽ കുരുക്കി അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികളിൽ പ്രധാനി ഗണേഷ് കുമാർ ആണെന്നുള്ള പ്രചരണമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം മണ്ഡലത്തിൽ ഗണേഷ് കുമാർ നേരിടാൻ പോകുന്നത്. അതിനെ മറികടക്കാൻ ഗണേഷ് കുമാറിന് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്നാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.